ആ ഒരു ടെക്സം സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ആ ടവർ കണ്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങി ആ കുന്നൊക്കെ ഇറങ്ങി ഇവിടെ ഒരു ട്രാമിൻ്റെ സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ഗ്രാൻഡ് ബസാറിന് പോവാണ്. അതിന് വേണ്ടി ഇതാ ഇവിടെ നിൽക്കുക. ട്രെയിൻ എത്തി, നമ്മൾ കയറുവാണ് ഗ്രാൻഡ് ബസാറിലോട്ട് പോകാൻ. ഇവിടുന്നൊരു 10 മിനിറ്റത്തെ ട്രാവലുണ്ട് ഗ്രാൻഡ് ബസാറിലോട്ട്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ടൊഫേ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് നമ്മളിപ്പം ഇനി ഇറങ്ങേണ്ടത് ബെയാസീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അവിടെയാണ് ഗ്രാൻഡ് ബസാർ. ഇതുവഴി നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്കാനിങ് ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ഈ ട്രാമിൽ കയറി ഇരിക്കുക, എവിടെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഇറങ്ങാം. ആദ്യ സ്റ്റോപ്പിൽ ഇറങ്ങാം, അവസാന സ്റ്റോപ്പിൽ ഇറങ്ങാം, എല്ലാം ഒരേ എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പോലീസ് വണ്ടി ഇങ്ങനെ ഡിസൈനിലുള്ളത്. ബ്ലൂ മോസ്കും അതിനപ്പുറം ഹാഗിയ സോഫിയൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ട്രാമിൽ കൂടെ പോകുന്നത്. ഭയങ്കര ജനമാണ് ഇവിടെ, നോക്കിയാലും ജനത്തിരക്കാണ്, ഭയങ്കര ജനം. അതായത് ക്രൗഡഡ് സിറ്റിയാണിത്. ഇതേ കണ്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറും, എന്നിട്ട് ഇവിടെ നിൽക്കും. ഇതൊരു സ്റ്റേഷനാണ്, കണ്ടാൽ പറയത്തില്ല ഒരു സ്റ്റേഷനാണ്. നമ്മൾ ഈ ട്രാം എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ മെട്രോ പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്, സിറ്റി കറങ്ങാൻ. ഓരോ പ്രാവശ്യവും 40-50 എന്തോ ഇവിടുത്തെ ലിറയാവും ഓരോ പ്രാവശ്യം നമ്മൾ കയറുമ്പോൾ. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഇതാണ് ഗ്രാൻഡ് ബാസാർ. ഓക്കെ, ഈ ഗ്രാൻഡ് ബാസാറിലോട്ട് പോകുന്നതിൻ്റെ മുന്നിലുള്ള തിരക്കാണ് ഈ കാണുന്നത്. കണ്ടോ ഗ്രാൻഡ് ബാസാർ. ഗ്രാൻഡ് ബാസാറിലോട്ട് കയറി കഴിഞ്ഞാലുള്ള ആ ഒരു ഭാഗമാണിതെല്ലാം. തുണിക്കടകളും ജ്വല്ലറിയും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പും ഷൂ, ബാഗ്, അങ്ങനെ വേണ്ട സർവത്ര സാധനം നമുക്ക് ഈ ഗ്രാൻഡ് ബാസാറിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ്, കോപ്പി, ഫസ്റ്റ് കോപ്പി, അങ്ങനെ ഒരു ഭയങ്കര വലിയ ബാസാറാണിത്. ഇതേതാണ്ട് 150 വർഷം പഴയ ബാസാറാണ്. ബാസാറിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും കണ്ടാണ് ഇങ്ങനെ കോസ്റ്റ്യൂം ഫോട്ടോ എടുക്കും. നമ്മളതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഡ്രസ്സ് ചെയ്തിട്ട്, നമ്മൾ ഇവിടെ പോയപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ പോയപ്പോൾ ചെയ്യുന്ന പോലെ ഇവരുടെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരും. ഇതങ്ങനെ നീണ്ട് മടങ്ങി 4 ഇതെല്ലാം ഇങ്ങനെ കിടക്കും. ഇങ്ങോട്ടുണ്ട് ഈ റൂട്ട്, നേരെ നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വന്നു. ഇതാ ഇവിടോട്ടുണ്ട്, നേരെ പോകാം. നമ്മളൊരു 3-4 മണിക്കൂറായിട്ട് ഇതിനകത്തൂടെ കറങ്ങുവാണ്. എനിക്ക് തോന്നുന്ന 5000-ന് മുകളിൽ ഷോപ്പുകളുണ്ട്.
ബിഗ് ബാസാറിൻ്റെ മുന്നിൽ തിരികെ എത്തി. ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ കാണുന്ന ഈ ടൂറിസ്റ്റ് മുഴുവൻ മോസ്റ്റ്ലി യൂറോപ്യന്മാരാണ് ഇവിടെ കൂടുതലും. നമുക്കിവിടെ കാണാം ഈ ഗൈഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്ന മുഴുവൻ യൂറോപ്യന്മാരാണ്. നമ്മളങ്ങനെ മെട്രോയിൽ അക്സറായി എന്ന് പറഞ്ഞ ഇൻ്റർസെക്ഷനിൽ ഇറങ്ങി ഗ്രാൻഡ് ബാസാറിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരു പെട്ടി മേടിച്ചു ഇവിടുന്ന്. നമ്മളെവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അത് പോയി മെട്രോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സിറ്റി മുഴുവൻ. ഇന്ന് ശനിയാഴ്ചയാണ്, ഹോളിഡേ ആയിട്ട് ആയിരിക്കാം ഇത്രയും തിരക്ക്. ഇന്നലെയും പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. സിറ്റി മൊത്തം ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ 73 നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ടാക്സിമിലോട്ട് പോകേണ്ടത് 93 നമ്പർ ബസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബസ് സ്റ്റേഷൻ സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പ് ഓരോ ഭാഗത്തും ഉള്ളത്. ഇവിടുന്ന് ടാക്സിമിന് ഇങ്ങനെ 30 ലിറയ്ക്ക് ടാക്സി ഉണ്ട്. നമ്മൾ കാർഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് കാർഡ് ബസ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. കളറാണ് ഇവിടുത്തെ ബസ്സുകൾക്ക്. ഇതൊക്കെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകളാണ്. ഇതുപോലെ മിലിറ്ററിയുടെ വണ്ടി ഒത്തിരി ഇതുവഴിയൊക്കെ ഓടി നടക്കുന്നുണ്ട്. എന്താ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല. സിറ്റിയിൽ എവിടെ ചെന്നാലും കാണാം. ഇവിടെ അങ്ങനെ 93 ബസ് നമ്പർ കയറി ഓൾറെഡി ടെക്സം സ്ക്വയറിൻ്റെ അവിടോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബസ്സിലുണ്ട്. ഇവിടെ മുഴുവൻ പോലീസ് സെക്യൂരിറ്റി. എന്താ വിഷയം എന്നറിയില്ല. ഈ റോഡിൽ വരുമ്പോഴത്തേക്കും മുക്കിനും മൂലയ്ക്കും എല്ലാം വലിയ ഗണ്ണും പിടിച്ചുകൊണ്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. എന്താ വിഷയം എന്നറിയില്ല. ഇതാണ് ടക്സം ടണൽ. നമ്മൾ ബസ് ഇവിടെ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ എക്സിറ്റ് എടുത്തിട്ട് നേരെ മേളിൽ കയറുക. എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ അങ്ങോട്ട് നടന്നു പോകാം. ഞാൻ ആ ടക്സം ടണലിന് അടിയിൽ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അണ്ണം കിടക്കുന്നതുണ്ടോ, ഉറങ്ങുവാ ഇഷ്ടം. പോകേണ്ടത് ഈ റോഡിൽ കൂടെ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ, ഇവന്മാർ പോലീസുകാർ ഇവിടെ വന്നിട്ട് എല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുക. എന്താ വിഷയം എന്നറിയത്തില്ല. അതാ ഈ റോഡിൽ കൂടെ നമ്മൾ ഇതിൻ്റെ മേളിൽ പോകണ്ടായി ടണലിനകത്തോട്ട്. പക്ഷെ എല്ലാം ബ്ലോക്കാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ കടക്കുമെന്നുള്ളത് നോക്കാം. വാ. കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ആൾക്കാരെല്ലാം നടക്കുന്ന കണ്ടില്ലേ, ഭയങ്കര റഷാക്കി കളഞ്ഞിരിക്കുക. സർവത്ര ഇടത്തും പോലീസുകാർ സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്ത് വിട്ടിരിക്കുക. കണ്ടില്ലേ, മൊത്തത്തിലെ ബ്ലോക്കാണ്. എന്തിനാണ് അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ രാവിലെ വരുമ്പോൾ ഇവരെല്ലാം അടച്ചു കിട്ടുന്ന കണ്ടപ്പോൾ മനസ്സിലായില്ല എന്താ വിഷയമെന്ന്. ഇവിടെ എന്തോ പ്രോഗ്രാം വല്ലതും വരുന്നുണ്ടോ എന്താണെന്നറിയില്ല. എന്തായാലും മുടിഞ്ഞ സെക്യൂരിറ്റി. ഇതേ സർവത്ര പോലീസാണ്. കണ്ടില്ലേ, ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ടോ. നമ്മളെ പോലീസുകാർ അകത്തോട്ട് വിട്ടു. കാര്യം നമ്മളുടെ ഹോട്ടൽ ഇതിനുള്ളിൽ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ അലോ ചെയ്തു. അകത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെയുണ്ട് പോലീസുകാർ. കണ്ടില്ലേ, എല്ലാ മുക്കിനും മൂലയ്ക്കും അവന്മാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്ത് റീസൺ കൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ പോലീസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇവിടെ ഒരു ഷോപ്പ് കീപ്പറോട് ചോദിച്ചാൽ പറഞ്ഞ് ഇവിടെ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് നാളെ. എല്ലാ വർഷവും ഈ ഒരു പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്. എന്തോ ഇവിടെ സ്ട്രീറ്റിലെ മരം മുറിച്ചതിൻ്റെ ആ ഒരു പ്രൊട്ടസ്റ്റ് എന്തോ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പോലീസുകാരെന്ന്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് യെമിനോനു എന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. യെമിനോനു എന്നാണ്. ഇവിടെ ബോസ്ഫറസിനൊക്കെ ഒത്തിരി ടൂർ ഇങ്ങനെ ഇതുപോലത്തെ ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ടിക്കറ്റ് ഏരിയ ഒക്കെയാണ് അത്. യെമിനോനുവിൽ വന്നിട്ട് ആൾക്കാരിത് അതുപോലെ ടൂറ് പോയിട്ട് വരുന്നവരാണ് അതൊക്കെ. പ്ലേസുകളിൽ നൈറ്റ് ടൂറുണ്ട്, അതുപോലെ തന്നെ ഡേ ടൂറുണ്ട്. ഇതുപോലെ ട്രാവൽ ഏജൻസികളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോകാൻ പറ്റും.
കുനോനുവിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ വന്നിട്ട് സമയം ഇപ്പം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. ബിർബൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ് ഇത്. എന്തോ ഈ ഗ്രില്ലൊക്കെ കിട്ടുന്ന ഒരു സംഭവം. ഭയങ്കര ക്രൗഡാണ് ഏത് സ്ട്രീറ്റിൽ ചെന്നാലും. ഷവർമ സൂക്കാണ് ഈ കാണുന്നത്. ഈ കോർണറിൽ നിന്ന് ആ കോർണർ വരെ മുഴുവൻ ഷവർമ ഇങ്ങനെ അട്ടിയടിക്ക് ഉണ്ട്. ടെക്സം സ്ക്വയറിൻ്റെ അടുത്ത് ഒരു ഫേമസ് ഷോപ്പാണ്. ഞാനപ്പോൾ പംകിൻ സ്വീറ്റ് അന്വേഷിച്ച് വന്നതാണ്. പക്ഷേ ആ പംകിൻ സ്വീറ്റ് ഇവിടെ ഇല്ല. അവർ പറഞ്ഞു ഉള്ളി വിൻ്ററിൽ മാത്രമേ കാണത്തുള്ളൂ പംകിൻ സ്വീറ്റ്. ഹഫീസ് മുസ്തഫ എന്ന് പറഞ്ഞ ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പ്. സ്ക്വയറിൽ ഈ കാണുന്ന കടകളൊന്നും തന്നെ ചീപ്പായിട്ട് കിട്ടുന്ന പ്രൈസിൽ കിട്ടുന്ന ഒന്നും തന്നെ ഇല്ല. എല്ലാവരും 50%, 30% ഒക്കെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ 50% ഓഫ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിചാരിച്ചിട്ട് അത് ലോ പ്രൈസിൽ കിട്ടത്തേ ഇല്ല. എങ്ങനെ വെച്ചാലും ഒരു ഡ്രസ്സിന് 250 റിയാൽ ആഫ്റ്റർ ഡിസ്കൗണ്ട് കൊടുക്കണം. ഈ കാണുന്ന ബാഗ് ഇതൊക്കെ വില എങ്ങനെ കളിച്ചാലും ഒരു 150-200 റിയാൽ. അതിൽ താന്നൊരു സംഭവമില്ല. അപ്പം നമ്മളവിടെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫറിൽ നമ്മുടെ സൗദി കിട്ടുന്ന ആ ഓഫറിൽ കിട്ടുന്ന നല്ല നല്ല ബ്രാൻഡുകൾ ഇവിടെ ഹെവി എമൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഹെവി എമൗണ്ട് കൊടുക്കണം. പിന്നെ ഒരു ടൂറിസ്റ്റിക് സിറ്റി ആയതുകൊണ്ട് ആൾക്കാർ ശരിക്കും ചീറ്റ് ചെയ്യാനും മതി. ഇതുപോലത്തെ സംഭവങ്ങൾ Black market. You know black market? No, I don't want. Free. No. You know how much, man? Yes, how much? Which one? This Versace. This one $20. How much? 90 euro. 90 euro, duty free. Black market. കണ്ടോ ഇതുപോലെ. അങ്ങനെ നമ്മൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ജസ്റ്റ് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് തിരിച്ചു വന്നു. ഇനിയിപ്പം നേരെ എയർപോർട്ട് ഊബർ എടുക്കുന്നു. നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. ഫ്ലൈറ്റ് 8 മണിക്കാണ്. ഇപ്പോൾ സമയം 3 മണി. 1 മണിക്കൂറെങ്കിലും ഉണ്ട് ഡ്രൈവ് ഇവിടുന്ന്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഊബറിലാണ്. നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. 1600, 1800 ആ റേഞ്ചാണ് ഇവിടുത്തെ ലിറ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ടെക്സിം സ്ക്വയറിൻ്റെ അവിടുന്ന് എയർപോർട്ടിലോട്ടുള്ളത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 150-നും 150-നും ഇടയ്ക്ക് സൗദി റിയാൽ വരും. നമ്മുടെ റിയാദിൽ നിന്നും നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുന്ന അത്രയും ദൂരം ഇല്ല ഈ പറയുന്ന ഡൗൺ ടൗണിൽ നിന്ന് എയർപോർട്ടിലോട്ട്. അപ്പോൾ ഇവിടെ ടാക്സിയും അത്ര കുറവ് എമൗണ്ട് അല്ല വാങ്ങുന്നത്. എക്സ്പെൻസീവാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം എയർപോർട്ട്. ഇപ്പോഴും എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേൾഡിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് എയർപോർട്ടായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 200 മില്യണിലധികം ആൾക്കാർ ഇതുവഴി ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഒരു ബോർഡിൽ അവരിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം 2025 ഇസ്താംബുൾ എയർപോർട്ടിൽ വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ സൈൻ ഇൻ ചെയ്താൽ പോരാ. ഇവിടെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. എന്നിട്ട് വൈഫൈ പാസ്വേഡ് എടുക്കണം. പാസ്പോർട്ട് സ്വൈപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ഇതെടുക്കാൻ, വൈഫൈ എടുക്കാൻ.
You can click here. Yeah. No. Get the ticket. No. You have to get No the ticket. ticket. Ah, there no ticket. Okay, excuse me. Okay. നമ്മുടെ എയർപോർട്ടിനകത്ത് മക്ഡൊണാൾഡ്സിനകത്ത് ഒരു ബർഗറിന് 90 റിയാലൊക്കെയാണ്. നമ്മുടെ ഗേറ്റ് A8A ആണ്. നേരെ അങ്ങോട്ട് പോവാം. നോക്കുമ്പോഴത്തേക്കും അവർ ഗേറ്റ് പിന്നെ മാറ്റി അത് B2-ലോട്ടാക്കി. അത് നോക്കിയാൽ നന്നായി. നേരെ ഇപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയും 30 മിനിറ്റ് കൂടെ ഉള്ളൂ ടേക്ക് ഓഫിന്. ഇപ്പോൾ ഇവിടെ സമയം 7:30. 8:10 ഫ്ലൈറ്റാണ്. B2 ഇതാണ് നമ്മുടെ ഗേറ്റ്. റിയാദിൻ്റെ TK0140 എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. ഇവിടെ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 4-5 മണിക്കൂറത്തെ ഫ്ലൈ ആണ് ഇവിടുന്ന് നിന്ന് റിയാദിലോട്ട്. നമുക്കിപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. മനോഹരമായ കാഴ്ച. നമ്മളിപ്പം ഫ്ലൈ ചെയ്യുന്നത് ഇറാൻ്റെ വ്യോമ മേഖലയിൽ കൂടെയാണ്. എന്താ ഇവിടെ കാണുന്നത് കണ്ടോ, ടെഹ്റാനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം ലൈറ്റ്, ഇവിടുത്തെ ടൗണുകളുടെ. ടെഹ്റാൻ സിറ്റിയാണ് ഈ കാണുന്നത്. ഇനി ഏതാണ്ട് 2-2.5-3 മണിക്കൂറത്തേക്കും കൂടെ ഫ്ലൈ ഉണ്ട്. നമ്മൾ അവിടെ റിയാദിലെത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 12 മണിയാവും. അങ്ങനെ നേരെ ഒത്തിരി ഇരുട്ടിയായിരിക്കും നമ്മളവിടെ ചെല്ലുക. ഇനി നമുക്ക് പുതിയ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.